നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ 5 പ്രതികളുടെയും ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. മനഃപൂർവ്വമല്ല മർദ്ദിച്ചതെന്നും സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതെന്നും ഗൺമാൻമാർ മൊഴി നൽകി. നാളെ വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകിട്ട് 4 വരെ നീണ്ടു. 5 പേരെയും ഒറ്റയ്ക്കിരുത്തിയായിരുന്നു ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ. എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യങ്ങൾ. മർദ്ദനം മനഃപൂർവ്വമായിരുന്നില്ല. സുരക്ഷാ ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് വിവരം കിട്ടിയിരുന്നു. ലോക്കൽ പോലീസ് പ്രതിഷേധ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും കാര്യമായി ഇടപെട്ടില്ലെന്നും ഇതോടെയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്നും പ്രതികൾ SITയോട് പറഞ്ഞു. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഗൺമാൻമാർ കാര്യമായി ഒന്നും മിണ്ടാതെ മടങ്ങി. അന്വേഷണത്തിന്റെ ഇതാണ്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. അന്വേഷണ വേളയിൽ നിരവധി കണ്ടെത്തലുകൾ ഉണ്ടായെങ്കിലും തെളിവുകളുടെ അഭാവം വെല്ലുവിളിയാണ്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് ചോദ്യം ചെയ്യലിലൂടെ SIT ലക്ഷ്യം വെക്കുന്നത്. മർദ്ദനത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും കണ്ടെത്തണം. SIT തലവൻ AP ഷൗക്കത്ത് അലിയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു കെ പൗലോസിന്റെയും നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.